ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിന് സ്തുതി. പ്രഭാഷകൻ 41 അധ്യായത്തിലെ വായനയാണ് ആദ്യം. 1. ഹെഡിങ് മരണം. മരണമേ, തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവനെ, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവനെ, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനെ, നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. 2. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. 3. മരണവിധിയെ ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത്. 4. അത്യുന്നതൻ്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 10, 100, 1000 വർഷം ആയിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. 5. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. 6. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. 7. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്ന അനുഭവിക്കുന്നത്. 8. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. 9. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. 10. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു, ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. 11. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും. 12. സത്കീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. 13. നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സത്കീർത്തി ശാശ്വതവും. രണ്ടാമത്തെ സബ് ഹെഡിങ് ലജ്ജാശീലം. 14. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമാണ്. 15. വിഡിത്തം മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. 16. അതിനാൽ എൻ്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല, എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നതുമില്ല. 17. ലജ്ജിക്കേണ്ടവ ഇവയാണ്: പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക, പ്രഭുവിൻ്റെയോ ഭരണാധികാരികളുടെയോ മുമ്പിൽ വ്യാജം പറയുക. 18. ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക, ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക, സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. 19. സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാവുക. ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും. 20. പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും. 21. ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യൻ്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും. 22. അവൻ്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. അവളുടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കൊട്ടി ഘോഷിക്കാതിരിക്കുക. 23. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിൻ്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും.
ഇനി ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. ആർക്കൊക്കെ മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമെന്ന് പറയുന്നത്? ഉത്തരം 1. തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നതിന്. 2. അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യവും ഉള്ളവന്. 3. രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്. ഇതേ ചോദ്യം തന്നെ മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകം എന്നത് ഒന്നാമത് പറയുന്നത് എന്താണ്, രണ്ടാമത് പറയുന്നത് എന്താണ്, മൂന്നാമത് പറയുന്നത് എന്താണ് എന്ന് 3 തരത്തിൽ ചോദിക്കാവുന്നതാണ്. ചോദ്യം 2. മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് എത്ര തരക്കാർക്ക് അരോചകമാണ്? ഉത്തരം 3 തരക്കാർക്ക്. ആർക്കൊക്കെ മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമെന്ന് ഒന്നാമതായി പറയുന്നത്? ഉത്തരം ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും. 4. രണ്ടാമതായി മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമെന്ന് പറയുന്നത് ആർക്കൊക്കെ? ഉത്തരം സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും. 5. 3-ാം വാക്യപ്രകാരം എന്തിനെ ഭയപ്പെടേണ്ട എന്നാണ് പ്രഭാഷകൻ 41-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം മരണവിധിയെ. 6. പ്രഭാഷകൻ 41-ാം അധ്യായത്തിൽ 3-ാം വാക്യപ്രകാരം എന്താണ് പറയുന്നത്? ഉത്തരം നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുകയെന്നത്. 7. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് എന്താണ്? ഉത്തരം മരണവിധി. 8. മരണവിധി മർത്യവർഗത്തിനുള്ള ആരുടെ തീർപ്പ്? ഉത്തരം കർത്താവിൻ്റെ. 9. മരണവിധി ഏതു വർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ്? ഉത്തരം മർത്യവർഗത്തിനുള്ള. 10. മരണവിധിയെ ഡാഷ് നിന്റെ മുൻകാല ഡാഷിനെയും ജീവിതാന്തത്തെയും ഓർക്കുക, പൂരിപ്പിക്കുക. ഉത്തരം 1. ഭയപ്പെടേണ്ട. 2. ജീവിതത്തെയും. 11. ആരുടെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയുമെന്നാണ്? ഉത്തരം അത്യുന്നതൻ്റെ. 12. ആയുസ് 10, 100, 1000 വർഷം ആയിക്കൊള്ളട്ടെ ഡാഷിൽ അതേപ്പറ്റി ചോദ്യമില്ല. ഉത്തരം പാതാളത്തിൽ. 13. ആയുസ് 10, 100, 1000 വർഷം ആയിക്കൊള്ളട്ടെ എവിടെയാണ് അതേപ്പറ്റി ചോദ്യമില്ലാത്തത്? ഉത്തരം പാതാളത്തിൽ. 14. പാപികളുടെ സന്താനങ്ങൾ എങ്ങനെയുള്ളവരാണ്? ഉത്തരം മ്ലേച്ഛ സന്തതികൾ. 15. ആരുടെ സന്തതികളാണ് മ്ലേച്ഛ സന്താനങ്ങൾ? ഉത്തരം പാപികളുടെ. 16. പാപികളുടെ സന്താനങ്ങൾ എവിടെയാണ് സമ്മേളിക്കുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ. 17. പാപികളുടെ സന്താനങ്ങൾ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ എന്തു ചെയ്യുന്നു? ഉത്തരം സമ്മേളിക്കുന്നു. 18. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം നശിച്ചു പോകും. 19. പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ ഡാഷ് പാത്രമാകും. പൂരിപ്പിക്കുക. ഉത്തരം നിത്യനിന്ദയ്ക്ക്. 20. ആരെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിനെ. 21. ദൈവഭയമില്ലാത്ത പിതാവിനെ കുറ്റപ്പെടുത്തുന്നത് ആർ? ഉത്തരം മക്കൾ. 22. മക്കൾ നിന്നെ അനുഭവിക്കുന്നത് ആർ നിമിത്തമാണ്? ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. 23. ദൈവഭയമില്ലാത്ത ജനം എന്താണ് നിരസിച്ചത്? ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ. 24. അത്യുന്നത ദൈവത്തിൻ്റെ എന്ത് നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമെന്നാണ് പറയുന്നത്? ഉത്തരം കൽപ്പനകൾ. 25. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന് എന്താണെന്നാണ് പറയുന്നത്? ഉത്തരം കഷ്ടം. 26. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന് വിധി ശാപമാകുന്നത് എപ്പോൾ? ഉത്തരം മരണത്തിൽ. 27. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് എവിടേക്കാണ് പോകുന്നത്? ഉത്തരം നാശത്തിലേക്ക്. 28. പൊടിയിൽ നിന്ന് വന്നവൻ എവിടേക്ക് മടങ്ങുന്നു? ഉത്തരം പൊടിയിലേക്ക്. 29. ശരീരനാശത്തെ പ്രതി മനുഷ്യർ ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം വിലപിക്കുന്നു. 30. മനുഷ്യർ എന്തിനെ പ്രതി വിലപിക്കുന്നു? ഉത്തരം ശരീരനാശത്തെ പ്രതി.
31 പാപികളുടെ പേരിന് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം മാഞ്ഞുപോകും. 32 സത്കീർത്തി എന്തിനേക്കാൾ അക്ഷയമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം 1000 സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ. 33 എന്തിനെ ശ്രദ്ധാലുവായിരിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സത്കീർത്തിയിൽ. 34 എന്തിൻ്റെ ദിനങ്ങൾ പരിമിതമെത്രയെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം നല്ല ജീവിതത്തിൻ്റെ. 35 സത്കീർത്തി എങ്ങനെയെന്നാണ് പ്രഭാഷകൻ 13-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ശാശ്വതം. 36 കുഞ്ഞുങ്ങളോട് എന്ത് പാലിക്കാനാണ് പറയുന്നത്? ഉത്തരം ഉപദേശങ്ങൾ. 37 കുഞ്ഞുങ്ങൾ എപ്രകാരം വർത്തിക്കുവാനാണ് പറയുന്നത്? ഉത്തരം സമാധാനത്തിൽ. 38 ഡാഷും ഡാഷും നിഷ്പ്രയോജനമാണ്. ഉത്തരം നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും. 39 എന്തെല്ലാം നിഷ്പ്രയോജനമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും. 40 വിഡിത്തം മറച്ചു വയ്ക്കുന്നവർ ഡാഷ് ഡാഷ് ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. പൂരിപ്പിക്കുക. ഉത്തരം വിജ്ഞാനം. 2 ഗോപനം. 41 എന്ത് മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണെന്നാണ് പറയുന്നത്? ഉത്തരം വിഡിത്തം. 42 പ്രഭാഷകന്റെ വാക്കുകളെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഉത്തരം ആദരിക്കുക. 43 എല്ലാറ്റിനെയും കുറിച്ച് എന്ത് ചെയ്യുന്നത് നന്നല്ല എന്ന് 16-ാം വാക്യപ്രകാരം 41-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം ലജ്ജിക്കുന്നത്. 44 എല്ലാവരും എല്ലാം ശരിക്ക് എന്ത് ചെയ്യുന്നില്ല എന്നാണ് പ്രഭാഷകൻ 16-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം വിലയിരുത്തുന്നുമില്ല. 45 പിതാവിൻ്റെയോ മാതാവിൻ്റെയും മുമ്പിൽ എന്തായിരിക്കുന്നതാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം അസന്മാർഗിയായിരിക്കുന്നത്. 46 ആരുടെയൊക്കെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക ലജ്ജിക്കേണ്ടവയെന്ന് പറയുന്നത്? ഉത്തരം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ. 47 പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെ മുമ്പിൽ വ്യാജം പറയുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ലജ്ജിക്കേണ്ടവ എന്ന്. 48 ആരുടെ മുമ്പിൽ തെറ്റ് ചെയ്യുക ലജ്ജിക്കേണ്ടവ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ. 49 ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ലജ്ജിക്കേണ്ടവയെന്ന്. 50 ആരുടെയൊക്കെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നത് ലജ്ജിക്കേണ്ടവയെന്ന് പറയുന്നത്? ഉത്തരം ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ. 51 ആരുടെയൊക്കെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക ലജ്ജിക്കേണ്ടതെന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. 52 എന്താണ് ലജ്ജാകരമെന്ന് പ്രഭാഷകൻ 19-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. 53 ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം ലജ്ജാഭരിതനാവുക. 54 ലജ്ജാഭരിതനാകേണ്ടത് എന്തിൻ്റെയെല്ലാം മുമ്പിലാണ്? ഉത്തരം ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. 55 ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഡാഷിൻ്റെയും മുമ്പിൽ ലജ്ജാഭരിതനാകുക. പൂരിപ്പിക്കുക. ഉത്തരം ഉടമ്പടിയുടെയും. 56 സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്നത് ഡാഷാണ്. പൂരിപ്പിക്കുക. ഉത്തരം ലജ്ജാകരം. 57 ഭക്ഷണാവസരങ്ങളിൽ എന്ത് കാണിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം സ്വാർത്ഥ താല്പര്യം. 58 ക്രയവിക്രയങ്ങളിൽ എന്ത് കാണിക്കുന്നതിൽ ലജ്ജിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കാപഢ്യം. 59 എന്ത് ചെയ്യാതിരിക്കുന്നതിലാണ് ലജ്ജിക്കുക എന്ന് പ്രഭാഷകൻ 41-ാം അധ്യായം 20-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം പ്രത്യഭിവാദനം. 60 കുലടയെ എങ്ങനെ നോക്കുന്നത് ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ 41-ാം അധ്യായം 20-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം അഭിലാഷപൂർവം. 61 ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ബന്ധുവിൻ്റെ അഭ്യർത്ഥന. 62 അന്യൻ്റെ എന്തെല്ലാം അപഹരിക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ 41-ാം അധ്യായം 21-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ഓഹരിയോ സമ്മാനമോ. 63 അന്യൻ്റെ ഭാര്യയെ എങ്ങനെ നോക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദുർമോഹത്തോടെ. 64 ആരെ ദുർമോഹത്തോടെ നോക്കുന്നതിൽ ലജ്ജിക്കുക
എന്നാണ് പ്രഭാഷകൻ 41-ാം അധ്യായം 21-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം അന്യൻ്റെ ഭാര്യയെ. 65 അന്യൻ്റെ ഭാര്യയെ എങ്ങനെ നോക്കുന്നത് ലജ്ജിക്കേണ്ടത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദുർമോഹത്തോടെ. 66 22-ാം വാക്യപ്രകാരം 41-ാം അധ്യായത്തിൽ അവൻ്റെ ദാസിയുമായി എന്തു ചെയ്യുന്നത് ലജ്ജിക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം ബന്ധപ്പെടുന്നതിൽ. 67 ദാസിയുടെ കിടക്കയെ എന്ത് ചെയ്യരുതെന്നാണ് പ്രഭാഷകൻ 41-ാം അധ്യായം 22-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം സമീപിക്കരുതെന്ന്. 68 ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കുകയെന്നാണ് പ്രഭാഷകൻ 41-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം സ്നേഹിതന്മാരുടെ മുമ്പാകെ. 69 എന്താണ് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്നാണ് പ്രഭാഷകൻ 41-ാം അധ്യായത്തിൽ 22-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ദാനം ചെയ്തിട്ട്. 70 ഡാഷ് ആവർത്തിക്കുന്നതിലും ഡാഷ് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക, പൂരിപ്പിക്കുക. ഉത്തരം 1 പരദൂഷണം, 2 രഹസ്യം. 71 എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നത് എപ്പോൾ? ഉത്തരം നിന്റെ ലജ്ജ ഉചിതമായാൽ. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.